ആടുജീവിതം വരാനിരിക്കുകയാണ്. അപ്പം ആ ഒരു കഥ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ആ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ അതിന്റെ ശബ്ദവുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അത് അത്രയും വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സമയം? Very professional, highly skilled professionals, and very passionate. When I worked with them, I thoroughly enjoyed. The first schedule we did together was I thoroughly enjoyed. എന്തെങ്കിലും ഒരു വെല്ലുവിളി പോലത്തെ നേരിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഫിലിം മുഴുവൻ അങ്ങനത്തെയാണ്. അത് again, this is again a story inspired by true events. What that man has gone through, come on, it's like you can't even imagine. That film also, the process of making the film is also that tough. Because the person has gone through a tough life. അപ്പം ഇപ്പോ അവരോടൊപ്പം എന്തെങ്കിലും ഈ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആ ഒരു ലെവലിൽ ഇത് എത്തിയിട്ടില്ല. ഫിലിം ഷൂട്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഡിസൈൻ ആസ്പെക്ട് വരിക. അത് വരുമ്പോൾ ഞാൻ സിനിമ ഷൂട്ട് ചെയ്തിട്ട് പോലും ഇല്ല. ഞാൻ അതിനെ പറ്റി ഞാൻ എന്താ പറയുക സിനിമ പറ്റിട്ട്. നമുക്ക് ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ കണ്ടില്ല ഇന്നലെ ഒരു പാട്ട് കണ്ടു. ഞാൻ ആ പാട്ട് മാർക്കറ്റിംഗ്, അതായത് ഈ സിനിമയ്ക്ക് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഞാൻ ആദ്യം നമ്മുടെ സിനിമയിൽ ഇട്ടിരുന്ന പേര് വെയിങ്ങർ പോയെന്നായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഭയങ്കര ലിറ്ററലി പേരാണ്. അത് ഒരു പക്ഷേ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അങ്ങനെയെങ്കിൽ അത് അതിനെ ആ ടൈറ്റിലിൽ നിന്ന് ഇരുത്താൻ വേണ്ടി നമുക്കൊരു പാട്ടുണ്ടാകാം. അങ്ങനെയാണ് നമ്മൾ ആ പാട്ടിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. പിന്നീട് എനിക്ക് തോന്നിയ ആ ടൈറ്റിൽ ശരിയല്ല, ആ ടൈറ്റിൽ മാറ്റണം. കാര്യം നമ്മൾ അന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്ക്രിപ്റ്റിൽ നിന്ന് വേറെ സാധനം ഇവോൾവ് ചെയ്തു. വിത്ത് വേരിയസ് ഡിസ്കഷൻ വിത്ത് ആർട്ടിസ്റ്റ്, ഡിസ്കഷൻ വിത്ത് അതർ HODs, ഡിസ്കഷൻ വിത്ത് അതർ പീപ്പിൾ. ദിസ് എലിമെന്റ് ഈസ് ഗുഡ്, ദിസ് എലിമെന്റ് ഈസ് ഗുഡ്. അതിങ്ങനെ റീഷേപ്പ് ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നി ആ ടൈറ്റിലല്ല ഈ സിനിമയ്ക്ക് പറ്റിയത്. ഇതാണ് ടൈറ്റിൽ. 3 പേരുടെ കഥയാണ്. പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിപ്പെടുന്ന 3 ആളുകളുടെ 3 യുവാക്കളുടെ കഥയാണ്. അതിൽ ചിലതെല്ലാം ഒരാളുടെ ലൈഫിൽ സംഭവിച്ചതാണ്, ചിലതെല്ലാം ഞാൻ എഴുതി ചേർത്തതാണ്. നമ്മളെന്തിനും ഒരാളുടെ ലൈഫിനെ ബേസ് സിനിമ ഉണ്ടാകും. എന്തെങ്കിലും ഒരു കാതലായ കാര്യം വേണം. അങ്ങനത്തെ സിനിമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ അത് തേടിയുള്ള യാത്രയിൽ ആണ് എത്തിപ്പെടുന്നത്. അതാണ് എന്നെ സംബന്ധിച്ചോളം സിനിമ. എന്നെ സംബന്ധിച്ചോളം ഒറ്റ എന്നുള്ളത് സർവൈവലിന്റെ ഒരു സ്റ്റോറിയാണ്. അത് ആളുകളുടെ അവസ്ഥാവിശേഷങ്ങളെ പറ്റിയിട്ടുള്ള സ്റ്റോറിയാണ്. വൈബ്രൻസി ഓഫ് യൂത്ത് അവരുടെ സ്റ്റോറിയാണ്. അപ്പൊ അവർ ഓൾഡ് ജനറേഷൻ പറയും, അവര് പിന്നെ ആലോചിക്കാതെ എടുത്തു ചാടി അവര് അങ്ങനെ ചെയ്യും. അങ്ങനത്തെ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. അങ്ങനെ പല തരത്തിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം സിനിമയുടെ സബ്ജക്ട്. ഇത് മൾട്ടി ഡയമെൻഷണൽ ഫിലിമാണെന്ന് പറയാം. അതായത് എല്ലാ സിനിമാക്കാരും സിനിമ അവർ ലോഞ്ച് ചെയ്യുമ്പോൾ പറയും ഇത് വളരെ വ്യത്യസ്തമായ സിനിമയാണ്, എന്റെ റോള് വളരെ വ്യത്യസ്തമായ സിനിമ. ഇതെല്ലാം പറയും, എല്ലാവരും പറയും, എല്ലാ ഇന്റർവ്യൂവിലും നമ്മൾ പറയുന്നതാണ്. ഒരേ കാര്യം തന്നെ എങ്ങനെ മാറ്റി മാറ്റി പറയാം എന്നുള്ളതാണ് ഈ സിനിമ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ. വളരെ നല്ലൊരു കാര്യമാണ്. പല ക്യാമറ വരും, പല ആൾക്കാരും നിങ്ങൾ സംസാരിക്കുന്ന എല്ലാം വേറെ സംസാരിക്കുന്നു. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയുന്നതിനേക്കാൾ ഉപരി എന്റെ മനസ്സിലൊരു സിനിമയുണ്ട്. ആ സിനിമ എന്താണെന്ന് എനിക്ക് ആൾക്കാരെ ബോധിപ്പിക്കണം. അവിടെ വരുന്ന മീഡിയ, അവിടെ വരുന്ന സിനിമ ഞാൻ വിളിക്കുന്ന ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരൊന്ന് മനസ്സിലാക്കട്ടെ, വെറുതെ ഒന്ന് പൊട്ടന്മാർക്കണക്കൊന്നും ഇരിക്കാതെ. അതിനാണ് ഞാനൊരു പാട്ടുണ്ടാക്കിയത്, അതിനാണ് ഞാനൊരു മൂവി പോസ്റ്റർ ഉണ്ടാക്കിയത്. ഇതിൽ നിന്ന് സിനിമ എന്തൊക്കെയോ ആണെന്ന് തോന്നലുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല